ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. You have waited for us since 3 o'clock today and it has been raining the whole day. നിങ്ങൾ ഇന്ന് വലിയ മഴയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും 3 മണി മുതൽ ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. First I want to say a big thank you to you for doing this for us, for waiting here for us. ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന്, ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. I would like to welcome Shri K.C. Venugopal ji, Shri Sunny Joseph ji, Shri V.D. Satishan ji, Shri Ramesh Channitala ji, Shri Abbas Ali Tangal ji, Shri Aryatan Shaukat ji, Shri Monse Joseph ji, Shri Shibu Baby John ji, Shri P.K. Bashir ji, Shri A.P. Anil Kumar ji, and all my other esteemed and respected colleagues of the UDF who are on stage with me to this meeting. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ നേതാക്കന്മാർക്കും എൻ്റെ സഹപ്രവർത്തകരായ എം പിമാർ ഉൾപ്പെടെയുള്ള എല്ലാ UDF-ന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. I want to thank you also for the huge support you gave me in the elections. നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. I don't take this support lightly. For me, every vote that you gave me, every time that you wait for me, every piece of affection that you give me, when you wait for me, you give me a rose on the street, you give me a hug, my sisters blow me kisses. My friends want to shake hands with me. Each and every gesture for me is a symbol of my duty, my responsibility towards you. ഞാൻ ഈ പിന്തുണയെ ലാഘവത്തോട് കൂടി എടുക്കുന്നില്ല. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം, നിങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണ, നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്ന് കൈ തരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ വാരി വിതറുന്നത്, ഞാനിതെല്ലാത്തിനെയും ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി ഞാൻ അംഗീകരിക്കുകയാണ്. And sometimes before I go to sleep at night, I feel a little guilty also. I wonder, do I really deserve all this love and affection that you give me? ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചെറിയ കുറ്റബോധത്തോടു കൂടി ഓർക്കും, ഞാൻ ഇത്രമാത്രം വലിയ സ്നേഹത്തിന് ഞാൻ അർഹയാണോ എന്നുള്ളത്. And I think really between you and my brother, between you and me, between all of us who stand here today and yourselves, all of us who seek to represent you, the basic bond is a bond of trust. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലുത്, നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ഞാൻ എൻ്റെ സഹോദരനുമായി നിങ്ങൾക്കുണ്ടായത്, എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത്, ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. You hope from us, you expect from us, because you also trust that we will stand up for you, we will protect you, we will work hard for you, and we will serve you the way that you think and expect us to. നിങ്ങൾ ഞങ്ങൾക്ക് ആ പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ്, നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത്, നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ളത് വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു. I have been your MP now for 7 months. ഞാനിപ്പോൾ 7 മാസമായിട്ട് നിങ്ങളുടെ MP ആണ്. I keep coming and going from here. ഞാൻ ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ്. And every time I come here I learn more about you. ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Every time I come here I try to understand more deeply what your issues are. ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. And one thing I have clearly understood in these 7 months. ഞാൻ ഈ 7 മാസം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. That you struggle against a lot of difficulty. നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ, നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത്. To build better futures for yourselves. നിങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത്. You make huge sacrifices. നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു. To educate your children. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. To build your homes. നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി. To grow your crops.
നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. Wherever I go, I see difficulties and hardships, but I also see courage. I see strength. I see determination. ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവവും കൂടി ഞാൻ കാണുന്നുണ്ട്. And that courage, that determination makes me proud. ആ ആർജവം, ആ സമർപ്പണബോധം എന്നെ അഭിമാനത്തിലേക്ക് എത്തിക്കുകയാണ്. But it also makes me think that there is so much more we can do. പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതിനുണ്ട്. When I look around, and I'm sure you also feel this way, ഞാൻ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും ആ ഒരു ഇതും നിങ്ങൾക്ക് കാണാം. I see, for example, that you are working so hard to build your children's futures. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നിങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. And you educate them well, better than any other state in this country. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും അധികം വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. And yet after all that sacrifice, that education, you find that the government is not providing any jobs for the youth. പക്ഷെ അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ശേഷം, അത്രയും വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല. Young people see darkness in the future. They turn towards drugs. എവിടെ മനുഷ്യന് അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളതിലേക്ക് തിരിയുന്നു.